മാറ അവിടെ നിൽക്കും, ഞാൻ നടക്കട്ടെ, അവിടെ നിൽക്കും. അവിടെയല്ല, ഇവിടെ. ആരോടുണ്ട്? ഞാൻ കാരണോ? എന്താ ഇവിടെ ഉണ്ടോ? ഞങ്ങളിവിടെ നിന്നാ മതിയോ? ഞങ്ങള് പുറകിൽ നിന്നാ മതിയോ? അങ്ങനെ ഇരുന്നപ്പോൾ വൈകുന്നേരം ചേമ്പിൻ താള് കൂട്ടണമെന്നൊരാഗ്രഹം. അപ്പം നേരെ ഞങ്ങൾ 3 പേരും കൂടെ പറമ്പിലോട്ട് പോയതാണ്. അവിടെ ഇവിടെയൊക്കെ ചേമ്പ് നിൽപ്പുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരുപാടൊന്നുമില്ല, ഒരു 1-2 താള് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് വിച്ചൂട്ടനും ദേവൂട്ടനുമാണ്. അവർക്കങ്ങനെ അവസരം കിട്ടാറില്ല, അപ്പോൾ കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ ഈ താളൊക്കെ നമ്മൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറമേയുള്ള നാരൊക്കെ ഒന്ന് വലിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്കിത് കുഞ്ഞായിട്ട് അരിയണം. നമ്മളിത് അപ്പം തന്നെ വെച്ചു കേട്ടോ, വൈകുന്നേരം തന്നെ വെച്ചു, നമുക്ക് രാത്രിയിൽ കൂട്ടാം എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കറ ഡ്രസ്സിലൊക്കെ പറ്റാതെ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ബ്ലാക്ക് ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിലും അറിയാനും പോകുന്നില്ലല്ലോ ബ്ലാക്ക് ആയതുകൊണ്ട്. അങ്ങനെ അത് എല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുഞ്ഞാക്കി ഒന്ന് അരിയുന്നുണ്ട്. അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് 2 താളേ ഉള്ളെങ്കിലും അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പാത്രം നിറയെ കിട്ടി. പക്ഷേ ഇതിൻ്റെ വെള്ളമൊക്കെ ഞെക്കി കളയണമല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ തിരുമ്മി അതിലെ വെള്ളമെല്ലാം ഞെക്കി കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൻ്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ, ഉള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതാണ് നല്ല ടേസ്റ്റ്. എല്ലാം ഒതുക്കിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ താളിട്ടു. അതിന് ശേഷം നമ്മൾ അരപ്പ് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ അതങ്ങ് തുറന്ന് വെച്ച് വേവിച്ചു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ താള് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയായിരുന്നേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.